എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2024 എക്സാമിനേഷൻ്റെ അപേക്ഷ നൽകുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്ന് അവസാനിക്കും. ഇന്ന് രാത്രി 11:50 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കറക്ഷൻ ചെയ്യുന്നതിനും അവസരമുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ ഒഴികെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തിരുത്തുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കറക്ഷൻ പീരീഡ് 18-ാം തീയതി മുതൽ ഈ ഒരു 20-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് രാത്രി 11:50 വരെയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം ഈ ഒരു നീറ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അവസരം ലഭിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കറക്ഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് അതായത് അവസരം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 20-ാം തീയതി അതായത് മാർച്ച് 20-ാം തീയതി വരെയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് കറക്ഷൻ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് മെയ് 5-ാം തീയതി അതായത് സൺഡേ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:20 വരെയാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുക. അപ്പോൾ പെൻ പേപ്പർ മോഡിലാണ് അതായത് ഓഫ്ലൈനായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വിവിധ സെൻറ്റേഴ്സുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക. അതുപോലെ തന്നെ അബ്രോഡും ഈ ഒരു എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി മുതൽ 20-ാം തീയതി അതായത് 20-ാം തീയതി രാത്രി 11:50 വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് എന്തെങ്കിലും അടക്കാനുണ്ട് എങ്കിൽ അങ്ങനെ അതായത് അഡീഷണൽ ഫീസ് എന്തെങ്കിലും അടക്കാനായിട്ടുണ്ട് എങ്കിൽ ആ ഒരു കറക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ടോ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾ കറക്ഷൻ ചെയ്ത ആ ഒരു കറക്ഷൻ നിങ്ങളുടെ അപേക്ഷയിലേക്ക് ആഡ് ചെയ്യപ്പെടുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആധാർ ഒതൻറ്റിക്കേഷൻ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും വീണ്ടും ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസുകളിൽ അതായത് നിങ്ങൾക്ക് റിസർവേഷൻ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻ്റ് അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് അതായത് മുൻപ് അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിന് പകരം പുതിയത് അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടച്ചിട്ടുണ്ടായിരുന്ന പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ എന്നിവയാണ്. അതായത് നിങ്ങൾ എപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ IDയും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് നൽകണമെന്നുണ്ടെങ്കിൽ അത് നൽകുന്നതിനും അതുപോലെ ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.